ആയിരക്കണക്കിന് നീർനായകൾ, അതായത് സീലുകൾ താമസിക്കുന്ന ഒരു ഐലൻഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിലാണ് ഇങ്ങനെ ഒരു ഐലൻഡ് ഉള്ളത്. മനുഷ്യർക്ക് തീരെ പ്രവേശനമില്ലാത്ത ഒരു ഐലൻഡാണിത്. പക്ഷെ നമുക്ക് ഒരു ബോട്ട് ക്രൂസിൽ ഐലൻഡിൻ്റെ അടുത്തേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് പോയാലോ? കേപ്പ് ടൗൺ സിറ്റി സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹൗട്ട് ബേ ഹാർബറിൽ നിന്ന് ഒരു ഷോർട്ട് ബോട്ട് ക്രൂസ് വഴി നമുക്ക് ഈ സീൽ ഐലൻഡിലേക്ക് പോകാവുന്നതാണ്. ഏകദേശം ഒരു 20 to 30 മിനിറ്റ്സ് ബോട്ട് റൈഡാണുള്ളത്. അപ്പോൾ ഇതാണ് ഹൗട്ട് ബേ ഹാർബർ. ഇവിടെ നിന്നാണ് സീൽ ഐലൻഡിലേക്കുള്ള ബോട്ട് ക്രൂസ് തുടങ്ങുന്നത്. ഏകദേശം ഒരു 20 to 30 മിനിറ്റ്സ് ആണ് ബോട്ട് റൈഡ് ഉള്ളത്. കണ്ടോ, ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ബോട്ട്. ഇവിടെ ഹാർബറിൽ തന്നെ സീലുകൾ കാണാം കേട്ടോ. കണ്ടോ, ഇവിടെ ലോക്കൽസ് അവർക്ക് ഫിഷൊക്കെ കൊടുക്കുന്നത് കാണാം. ഈ നീർനായകൾ വളരെ സോഷ്യലായിട്ടുള്ള ഒരു അനിമലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലോക്കൽസ് അതിനൊരു പെറ്റിനെ പോലെ ട്രീറ്റ് ചെയ്യണത് കാണാം. അപ്പോൾ ഇതിൻ്റെ മോള് അതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ ലോക്കൽസ് അതിനെ പേരൊക്കെ ഇട്ട് വിളിക്കണത് കേൾക്കാം. ചില സീൽസ് അതിനെ റെസ്പോണ്ട് ചെയ്യണതും കാണാം. അപ്പോൾ ഇയാളിവിടെ ഒരു ഫിഷ് വായിൽ വെച്ചിട്ട് സീൽസിന് കൊടുക്കാൻ നോക്കണം കേട്ടോ. ബോട്ട് ക്രൂസിൻ്റെ ടൈമും ടിക്കറ്റ് റേറ്റും ഇങ്ങനെ ഒരു ബോർഡിൽ കാണാം നമുക്ക്. അതിപ്പോൾ ഓരോ ബോട്ട് ക്രൂസ് കമ്പനികളുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ ബോർഡുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങാം. അഡൾട്ട്സിന് 130 സൗത്ത് ആഫ്രിക്കൻ റാൻഡ്, ഇന്ത്യൻ കറൻസിയിലാണെങ്കിൽ ഏകദേശം 740 റുപ്പീസാണ്. അതുപോലെ കിഡ്സിന് 65 റാൻഡ് അഥവാ 370 ഇന്ത്യൻ റുപ്പീസാണ് ടിക്കറ്റ് പ്രൈസ്. അപ്പോൾ ഈ ബോട്ടിലാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. ഇതൊരു ഗ്ലാസ് ബോട്ടംഡ് ബോട്ടാണ്. അപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് കയറാം കേട്ടോ. ഹലോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് അവർക്ക് കൊടുത്ത് നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ബോട്ടിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ സൈഡുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള ബെഞ്ചസ് ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിൽ പോയിരിക്കാം. ഇതിപ്പോൾ ബാക്ക് സൈഡാണ്. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെയാണ് ഉള്ളിലേക്കുള്ളൊരു ഡോറ്. അപ്പോൾ ഉള്ളിലും ഇങ്ങനെ ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സ് കാണുന്നുണ്ടോ? ഇതിൽ കൂടെ പോയിട്ടാണ് ഗ്ലാസ് ബോട്ടം ആ ഏരിയയ്ക്ക് പോകുന്ന ഈ സ്റ്റെപ്സാണ്. ഇവിടെ ഇങ്ങനെ ഒരു 2 ടാങ്ക് പോലെ ഇങ്ങനെ കാണാം. കണ്ട, ഇതാണ് ഗ്ലാസ് ബോട്ടം. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് ഇതിൽ കൂടെ നോക്കിയാൽ സീലുകളൊക്കെ അടിയിൽ കാണാം. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കൊന്ന് പോകാം. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇവിടെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കണം കാണാം, സെൽഫീസ് ഒക്കെ എടുക്കണം കാണാം. അപ്പോൾ നമുക്കവിടെ ഫ്രണ്ട് സൈഡിൽ തന്നെ ബെഞ്ചിൽ നമുക്ക് ഇരിക്കാം. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ. ഒരു സൈഡിൽ മൗണ്ടനും ഒരു സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യനും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അതാ ഒരു സീൽ അവിടെ കാണാം, പിന്നെ സീഗൾസും ഒക്കെ കാണാം. അപ്പോൾ നമ്മുടെ ബോട്ട് ക്രൂസ് അധികം വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ ഇപ്പോൾ നമ്മുടെ യാത്രയെ കുറിച്ച് അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ്. There's a bit of a swell today, folks, nothing to worry about, but please do be sure to hold onto the railings at all times and watch your footing if you move around the boat. Our life jackets are stored internally beneath the seats and externally in the box on the upper deck alongside our life rafts.
Thanks very much, and we do hope that you all enjoy the cruise. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങി. ഇവിടെ ഹാർബറിൽ തന്നെ ഇങ്ങനെ കുറേ ഫിഷിംഗ് ബോട്ടുകളും അതുപോലെ കാറ്റമറൻ ക്രൂസുകളും അതുപോലെ ഈ ഐലൻഡിലേക്ക് പോകുന്ന ബോട്ട് ക്രൂസുകളൊക്കെ കിടക്കുന്നത് കാണാം. പല ടൈപ്പിലുള്ള ബോട്ട് ക്രൂസുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് റേറ്റൊക്കെ പലതായിരിക്കും. നമുക്കിവിടെ വരുമ്പോൾ തന്നെ അവിടെ ഈ ഹാർബറിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള ഐഡിയ ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ മലകളും പിന്നെ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ നല്ല നീല കളറുള്ള വെള്ളവും ഒരു നല്ല ഭയങ്കര രസമുള്ള വ്യൂ ആട്ടോ. നല്ലൊരു അടിപൊളി യാത്രയാണ്. ഇതൊക്കെ കണ്ട ഭയങ്കര രസമാട്ടാ ഈ ജേണി. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ട്രിപ്പാണിത്. അത്യാവശ്യം നല്ല ബമ്പി ആയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ നമ്മുടെ പോക്കറ്റിലൊക്കെ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ സീ സിക്നെസ് ഉള്ളവരാണെങ്കിൽ അതിനുള്ള ടാബ്ലറ്റ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും ട്രിപ്പിന് മുമ്പ്. അതുപോലെ പുറത്ത് നല്ല വിൻഡി നല്ല ബമ്പി ആയിരിക്കും. അപ്പോൾ അങ്ങനെ തോന്നുന്ന അങ്ങനെ പ്രശ്നമുള്ളവർക്ക് ബോട്ടിൻ്റെ അകത്ത് ഇരിക്കുകയായിരിക്കും നല്ലത്. ഇവിടെ തന്നെ നല്ല ബമ്പി ആട്ടോ യാത്ര. നല്ല വിൻഡുമാണ്. നല്ല ഒരു അഡ്വഞ്ചറസ് ജേണി എന്ന് പറയാം. ഇപ്പോൾ ഫ്രണ്ടിലായ കാരണം ഞാൻ അത്യാവശ്യം നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. പോരാത്തതിന് നല്ല ഉപ്പരസം കൂടിയുള്ള വെള്ളമാണ്. ഭയങ്കര ഉപ്പരസമുണ്ട്. കടലിൻ്റെ മനോഹാരിതയുടെ കൂടെ തന്നെ അതിൻ്റെ ഒരു ഭീകരത കൂടെ അനുഭവിച്ചറിയാൻ പറ്റുന്നൊരു ട്രിപ്പാണിത്. ഇതേപോലൊരു 10-15 മിനിറ്റ് കൊണ്ട് എടുക്കും നമ്മൾ ഐലൻഡിലേക്ക് എത്താനായിട്ട്. ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രഡീഷണൽ ഐലൻഡ് പോലെയല്ല, ഇങ്ങനെ ഒരു പാറക്കൂട്ടങ്ങളാണ്. അപ്പോൾ ആ പാറക്കൂട്ടങ്ങളിൽ ഇങ്ങനെ നിറച്ച് സീലുകൾ ഇങ്ങനെ വെയിൽ കായാനും അതുപോലെ ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിത് 2 വട്ടം പോയ സമയത്ത് വീഡിയോസ് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു നഗരമാണ് കേപ്പ് ടൗൺ. മദർ സിറ്റി എന്നാണ് കേപ്പ് ടൗൺ അറിയപ്പെടുന്നത്. കേപ്പ് ടൗണിൽ കുറേ സിനിക് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സിറ്റിയാണ് കേപ്പ് ടൗൺ. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വേറെ വീഡിയോസിലൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ യാത്ര എത്ര ബമ്പിയാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. നമ്മളിതുപോലെ കൂടുതൽ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാണ്. അയ്യോ, ആ കുഞ്ഞു ബോട്ടിലിരിക്കണവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് വളരെ ബമ്പിയായിട്ടുള്ള യാത്രയായിട്ടത്. അതുപോലെ ഭയങ്കര വലിയ തിരമാലകളും കാറ്റും. അയ്യോ, നന്നായി പിടിച്ചിരിക്കേണ്ടി വരും. ഈ ബോട്ടിൽ തന്നെ ആയിരുന്നിട്ട് അത്യാവശ്യം ഞാൻ നനഞ്ഞിട്ടുണ്ട്, ഇത്ര വലിയ ബോട്ടായിട്ട്. അപ്പോൾ അതിലിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ സീ ഐലൻഡിലേക്ക് എത്താറായി. ആ കാണുന്ന ചെറിയ പാറക്കൂട്ടങ്ങളാണ് കേട്ടോ നമ്മുടെ ഐലൻഡ്. അപ്പോൾ അതാണ് ഡൈക്കർ ഐലൻഡ് അഥവാ സീൽ ഐലൻഡ്. ഡൈക്കർ എന്ന് പറഞ്ഞൊരു സ്മോൾ ആൻറ്റലപ്പാണ്, മാൻവർഗത്തിൽപ്പെട്ടൊരു ചെറിയൊരു അനിമൽ. അതിവിടെ മുമ്പ് ഈ ഏരിയയിൽ കുറേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതാണ് സീൽ ഐലൻഡ്. കണ്ട ആ പാറക്കൂട്ടങ്ങളുടെ മുകളിൽ മുഴുവൻ നിറച്ചും ഇങ്ങനെ സീലുകൾ കിടക്കുകയാണ്. അത് ഒന്നുകൂടി ക്ലോസപ്പ് വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും ബോട്ട് കുറച്ചുകൂടി അടുത്ത് പോകുമ്പോൾ. ഇത് ഇവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റാണ്. മനുഷ്യർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല കേട്ടോ. നമുക്ക് ഐലൻഡിലേക്ക്
പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബോട്ട് അല്ലെങ്കിൽ ബോട്ട് ക്രൂസ് ഈ ഐലൻഡിന് ചുറ്റും സ്ലോലി ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും വ്യൂസ് നല്ല ക്ലോസപ്പ് വ്യൂസ് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഇയർ അറൗണ്ട് സീലുകളെ കാണാം. അങ്ങനെ സീസണൊന്നുമില്ല, എല്ലാ സമയത്തും സീലുകൾ കാണാം. അപ്പോൾ ചില സമയങ്ങളിൽ 1000 മുതൽ 5000 വരെ സീലുകൾ ഇവിടെ കാണാറുണ്ടെന്നാണ് പറയുന്നത്. ഇത് കേപ്പ് ഫോർ സീൽസ് എന്ന ഇനത്തിൽപ്പെട്ട സീലുകളാണ്. ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ തീരങ്ങളായ നമീബിയും സൗത്ത് ആഫ്രിക്കയൊക്കെ അതുപോലെ അങ്കോളയിലൊക്കെ കാണുന്ന സീൽസ് ഇനമാണ്. നല്ല കട്ടിയുള്ള രോമങ്ങളുള്ളതിനാലാണ് ഇതിനെ കേപ്പ് ഫോർ സീൽസ് എന്ന് വിളിക്കുന്നത്. വളരെ സോഷ്യലായിട്ടുള്ള ഒരു അനിമലാണ്. കോളനി ആയിട്ടാണ്, ഇങ്ങനെ ഗ്രൂപ്പ് കോളനി ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. അവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാൽ കടലിലെ ഫിഷ് തന്നെയാണ്. ഒരു അഡൾട്ട് സീൽ ഒരു ദിവസം 2 to 3 kg വരെ ഫിഷ് കഴിക്കുന്നതാണ് പറയുന്നത്. വളരെ പ്ലേഫുള്ളായിട്ടുള്ള അനിമലാട്ടോ. കണ്ടോ, കുറേ ഇങ്ങനെ സീൽസ് ഇങ്ങനെ വെയിൽ കാഞ്ഞ് കിടക്കുന്നതും ചില്ല് ചെയ്ത് കിടക്കുന്നതും ചിലത് കടലിലേക്ക് ഇങ്ങനെ പോകുന്നതൊക്കെ ഇവിടെ കാണാം നമുക്ക്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. അപ്പോൾ നമ്മുടെ ബോട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കും ഈ ഐലൻഡിനെ. സ്ലോലി സർക്കിൾ ചെയ്ത് ഏകദേശം ഒരു 5 to 10 minutes ഇങ്ങനെ സർക്കിൾ ചെയ്ത് നമുക്ക് നല്ല വ്യൂസൊക്കെ കിട്ടുന്നതായിരിക്കും. നല്ല ഫോട്ടോസും നല്ല വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഈ സീൽസിന് കൂടാതെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്സിനും ഫേമസ് ആയിട്ടുള്ള ഏരിയ എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രേറ്റ് വൈറ്റ് ഷാർക്സിൻ്റെ മെയിൻ ഇരകളിലൊന്നാണ് ഈ സീൽസ്. ഇവിടെ ഈ വെള്ളത്തിലിങ്ങനെ കിടന്ന് കളിക്കുന്ന കാണാം ഈ സീൽസ്. ഇവർ നല്ല അടിപൊളി നീന്തൽ വിദഗ്ധരാണെന്നാണ് പറയുന്നത്. അതുപോലെ ഇവർക്ക് നല്ല സ്ട്രോങ് മെമ്മറി ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ലോക്കൽസിനെ ഈ സീൽസ് എന്താ പറയുക, അവർ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞു. അവരെ ചില ലോക്കൽസിനെ സീൽസിനെ തിരിച്ചറിയാനൊക്കെ പറ്റുന്നതാണ് കേട്ടിട്ടുള്ളത്. ഇതിവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് അഥവാ ആവാസ വ്യവസ്ഥ, നാച്ചുറലായുള്ള ആവാസ വ്യവസ്ഥയാണ്. ഇവിടെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു പ്രൊട്ടക്റ്റഡ് ഐലൻഡാണ്. മനുഷ്യർക്കൊന്നും പ്രവേശനമില്ലാത്ത പ്രൊട്ടക്റ്റഡ് ഐലൻഡ്. ഇഷ്ടംപോലെ സീലുകളാണ് കേട്ടോ ഗൈസ്. കണ്ട നിറയെ സീലുകളാണ്, ഒരുപാടുണ്ട്. നല്ല ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണിത്. നമ്മൾ എന്തായാലും എവിടെയെങ്കിലും ട്രൈ ചെയ്യേണ്ടതാണിത്. നല്ലൊരു അഡ്വഞ്ചറസ് ട്രിപ്പും കൂടിയാണ് ഇവിടേക്കുള്ളത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ നമ്മളധികം വൈകാതെ ഇവിടെ നിന്ന് തിരിച്ച് പോകുന്നതാണ്. ഏകദേശം ഒരു 5-10 മിനിറ്റായി നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ക്യാപ്റ്റൻ അനൗൺസ് ചെയ്യും നമ്മൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തിരിച്ചു പോകുന്നത് കുറച്ചും കൂടിയും സ്പീഡിലായിരിക്കും അവർ പോകുന്നുണ്ടാവുക. അപ്പോൾ ഭയങ്കര കുറച്ചും കൂടി ബമ്പിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് പോയി ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ റിട്ടേൺ ട്രിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനിനി ബോട്ടിന് ഇൻസൈഡ് പോയിരിക്കുകയാണ്. ഉള്ളിൽ ഇതാ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ആ ഗ്ലാസ് ബോട്ടം കാണാനായിട്ട് അടിയിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ ഇനി ഗ്ലാസ് ബോട്ടം നോക്കാൻ പോയിട്ട് വലിയ കാര്യമില്ല. നമ്മളവിടെ ഐലൻഡിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമയത്ത് നോക്കിയാലാണ് സീലുകൾ അടിയിൽ കാണാം. കാരണം ഇപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് കൂടിയാണ് വണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിത് എത്താറായി. നമുക്കിവിടെ ഇപ്പോൾ ഹാർബർ കാണാം. ഈ ഹാർബറിൻ്റെ അവിടെയുള്ള ഈ പൈപ്പുകളിൽ നിന്നൊക്കെ സീലുകൾ കിടക്കണതാണ് കേട്ടോ. ഇത് ഞാനൊരു ക്ലോസപ്പ് വ്യൂ കാണിച്ചു തരാം. അവിടെയൊക്കെ സീലുകൾ കിടക്കണമുണ്ടോ. ഇതൊക്കെ
ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് സീലുകൾ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഹാർബറിലും ഒക്കെ സീലുകളെ കാണാം. അതുപോലെ ബോട്ടിൻ്റെ ഈ ഹാർബറിൽ കിടക്കുന്ന ബോട്ടുകളുടെ അടുത്തേക്കൊക്കെ സീലുകൾ വരും. അതുപോലെ ഇവിടുത്തെ ലോക്കൽസ് അവരൊരു പെറ്റിനെ പോലെ ഒക്കെ ട്രീറ്റ് ചെയ്യണ കാണാം. അവരെ അടുത്തേക്ക് ഒക്കെ പേരൊക്കെ ഇട്ട് വിളിക്കുന്നതും അതുപോലെ ഫിഷ് അല്ലെങ്കിൽ മീറ്റ് ഒക്കെ കൊടുക്കുന്നത് കാണാം. നമുക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഹാർബറിലെത്തി. ഇനിയിപ്പോൾ ബോട്ടിൽ നിന്ന് പതുക്കെ ഇറങ്ങാൻ നോക്കാം. അവർ ആ സ്റ്റെപ്സ് വെക്കുന്നുണ്ട് ബോട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇറങ്ങാം, ബോട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇതാണ് ഹാർബർ. ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ ഇതാണ് നമ്മൾ പോയ ബോട്ട്. ഇതുപോലെ ഇനി ദിവസത്തിൽ അവരൊരു എന്താ പറയുക 5-6 ട്രിപ്സൊക്കെ നടത്തുന്നുണ്ടാവും ഓരോ കമ്പനികൾ. ഓരോ ബ്രേക്ക് ഉണ്ടാവും. ഒരു ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രിപ്പ് ഉണ്ടാവുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ട്രിപ്പ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് അത്യാവശ്യം നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഈ സൈഡുകളിൽ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ കാണാം. അപ്പോൾ അവിടെ നിന്ന് ഈ ലോക്കൽസൊക്കെ ഇങ്ങനെ കുഞ്ഞ് കരകൗശല സാധനങ്ങളൊക്കെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇവിടെ അടുത്ത ട്രിപ്പിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നെക്സ്റ്റ് ട്രിപ്പിൻ്റെ സമയം ആ ബോർഡിൽ കാണാം 3 മണിക്ക്. അപ്പോൾ നമ്മളിനി തിരിച്ചു പോവാണ്. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കണമെങ്കിൽ നല്ല സീ ഫുഡൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.